എല്ലാവർക്കും നമസ്കാരം. +2 സയൻസ് പഠിച്ചതിന് ശേഷം മർച്ചൻ്റ് നേവിയിൽ ഓഫീസർ റാങ്കുകളിലേക്കുള്ള കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന IMU-CET എൻട്രൻസ് എക്സാം എഴുതി പാസ്സാവണം എന്നത് ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്. 2025 IMU-CET എൻട്രൻസ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ തീയതി 2 മെയ് 2025 ആണ്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ 2025 IMU-CET എൻട്രൻസ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നവീൻ. എല്ലാവർക്കും സീമെൻസ് ഡയറിയിലേക്ക് സ്വാഗതം. IMU-CET എൻട്രൻസ് എക്സാമിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുന്നേ എന്താണ് IMU-CET എൻട്രൻസ് എക്സാം എന്നും ഈ ഒരു എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാർ കോമൺ ആയിട്ട് എന്നോട് ചോദിച്ച കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടി ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ഓൺലൈനായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷനാണ് IMU-CET. ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാം ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് അലോട്ട് ചെയ്യപ്പെടുന്ന എക്സാം സെൻറ്ററുകളിൽ പോയിട്ട് നിങ്ങൾ ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് കോഴ്സുകൾക്കുള്ള ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷനാണ് IMU-CET. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും BSc നോട്ടിക്കൽ സയൻസ് കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അതേപോലെ തന്നെ BE മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളിലാണ് നിങ്ങൾ ഈ കോഴ്സുകൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ IMU-CET റാങ്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കോഴ്സ് അലോക്കേറ്റ് ആവുന്നത്. അതേസമയത്ത് നിങ്ങളൊരു പ്രൈവറ്റ് കോളേജിൽ നിന്നാണ് ഈ ഒരു കോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജുകൾ നടത്തുന്ന എൻട്രൻസ് എക്സാം പാസ്സാവണമെന്നും അതിൻ്റെ കൂടെ തന്നെ IMU-CET ക്ലിയർ ആയിരിക്കണം എന്നതും ഒരു റിക്വയർമെൻ്റ് ആണ്. അതുകൊണ്ട് IMU-CET എൻട്രൻസ് എക്സാം എഴുതാതെ മർച്ചൻ്റ് നേവിയിലെ ഓഫീസർ കോഴ്സുകൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് IMU-CET. നിങ്ങൾ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2025 IMU-CET എൻട്രൻസ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനുവരി ബാച്ചിൽ DNSന് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് ആൾക്കാർക്ക് IMU-CET എൻട്രൻസ് എക്സാമും ചില സ്പോൺസർഷിപ്പ് എക്സാമുകളും തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ അടുത്ത് വന്ന കുറച്ച് മെസ്സേജുകളിൽ നിന്ന് മനസ്സിലായതാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ കൂടി 2 എക്സാമുകളും അപ്പിയർ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് 2 എക്സാമിനും അപ്പിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ IMU-CET എൻട്രൻസ് എക്സാമിന് അപ്പിയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം IMU-CET എൻട്രൻസ് എക്സാം എഴുതി പാസ്സാവാതെ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. IMU-CET എൻട്രൻസ് എക്സാമിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ഏജ് ലിമിറ്റ് 25 വയസ്സാണ്. OBC വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 28 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉണ്ടാവുന്നതാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെ ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഓരോ കാറ്റഗറിയിലും 2 വർഷത്തെ ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ കിട്ടുന്നതാണ്. +2 സയൻസ് ഗ്രൂപ്പ് പഠിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകളിൽ ആവറേജ് 60% മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവണം എന്നതും ഇംഗ്ലീഷിൽ മിനിമം 50% മാർക്കെങ്കിലും സ്കോർ ചെയ്തിട്ടുണ്ടാവണം എന്നതുമാണ് മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ. BSc നോട്ടിക്കൽ സയൻസിനും ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സിനും അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരു കണ്ണിൽ ഐസൈറ്റ് 6/6 വേണമെന്നും രണ്ടാമത്തെ കണ്ണിൽ മിനിമം 6/9 എങ്കിലും വേണമെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതേസമയത്ത് BE മറൈൻ എഞ്ചിനീയറിംഗിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു കണ്ണിൽ 6/9ഉം രണ്ടാമത്തെ കണ്ണിൽ 6/18 വരെ പവർ അക്സെപ്റ്റഡ് ആണ്. 3 വർഷം ഡ്യൂറേഷനുള്ള മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക് ഡിപ്ലോമയൊക്കെ ചെയ്തവർക്ക് ലാറ്ററൽ എൻട്രി വഴി BE മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഓൾ ഇന്ത്യ ലെവലിൽ ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് IMU-CET. ഈ ഒരു എൻട്രൻസ് എക്സാമിന് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുന്ന എക്സാം സെൻറ്ററിൽ പോയിട്ട് എക്സാം എഴുതേണ്ടതാണ്. കേരളത്തിൽ 7 എക്സാം സെൻറ്ററുകളാണ് ഉള്ളത്. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് 3 പ്രിഫറൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ 3 പ്രിഫറൻസും നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എൻട്രൻസ് എക്സാമിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്.
ഇംഗ്ലീഷും ആപ്റ്റിറ്റ്യൂഡും +2 സിലബസിൽ നിന്നുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ ഒരു എൻട്രൻസ് എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. തെറ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് 0.25 നെഗറ്റീവ് മാർക്കിങ്സ് ഉണ്ടാവുന്നതാണ്. 2025 മെയ് 24 തീയതിയാണ് IMU-CET എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 2025 IMU-CET എൻട്രൻസ് എക്സാമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വന്ന ഒരുപാട് മെസ്സേജുകൾ വായിച്ചു നോക്കിയപ്പോഴാണ് ഇനിയും ഒരുപാട് ആൾക്കാർക്ക് മർച്ചൻ്റ് നേവി ഓഫീസർ റാങ്കുകളിലേക്കുള്ള കോഴ്സുകൾ എടുക്കാനുള്ളതിൻ്റെ പ്രോസസ്സ് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. 2025 +2 എക്സാം എഴുതി റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവർ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചൊരു കാര്യമാണ്, +2 റിസൾട്ട് വരാതെ IMU-CET എൻട്രൻസ് എക്സാമിനും സ്പോൺസർഷിപ്പ് എക്സാമിനും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. 2025 +2 പഠിച്ച് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുക. IMU-CET എൻട്രൻസ് എക്സാമിൻ്റെയും സ്പോൺസർഷിപ്പ് എക്സാമിൻ്റെയും ഒക്കെ ഫൈനൽ സെലക്ഷൻ്റെ സമയത്ത് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയാവും. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിസൾട്ടിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഈ 2 എക്സാമുകൾക്കുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. 2025 IMU-CET എൻട്രൻസ് എക്സാമിനും സ്പോൺസർഷിപ്പ് എക്സാമുകൾക്കും വേണ്ടി പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് 2026 IMU-CET എൻട്രൻസ് എക്സാമും സ്പോൺസർഷിപ്പ് എക്സാമും എഴുതുന്നതായിരിക്കുമോ നല്ലതെന്ന് ചോദിച്ച് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. നിങ്ങളും ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് 2025 ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നാണ്. പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷനൊന്നും ഇല്ലാതെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നാൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു എക്സാമുകളുടെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി അടുത്ത വർഷം അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. ഇനി +2 എക്സാമിന് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുള്ളത് വെച്ച് എഴുതി നിങ്ങൾ ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ഒരു വർഷം സേവ് ചെയ്യാനും പറ്റുന്നതാണ്. അതുകൊണ്ട് പ്രിപ്പയർഡ് അല്ല എന്നുള്ള കാര്യം കൊണ്ട് മാത്രം നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. വെറുതെ ഒന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മർച്ചൻ്റ് നേവി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റും നല്ല ഷിപ്പിംഗ് കമ്പനീസും ഒക്കെ ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേൾ കാൻഡിഡേറ്റ്സിന് ഒരുപാട് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുക. ഫിസിക്കലി ഫിറ്റും മെൻ്റലി സ്ട്രോങ്ങുമായിട്ടുള്ള ഗേൾ കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ എന്തായാലും ഈ എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഗേൾ കാൻഡിഡേറ്റ്സിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളൊരു ഫീൽഡാണ് മർച്ചൻ്റ് നേവി. അതുകൊണ്ട് ആ അഡ്വാൻറ്റേജസ് ഒക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. എലിജിബിൾ ആയിട്ടുള്ള ഒരു ഗേൾ കാൻഡിഡേറ്റ് ആണെങ്കിൽ സ്പോൺസർഷിപ്പ് എക്സാമുകളും അതേപോലെ തന്നെ IMU-CET എൻട്രൻസ് എക്സാമൊക്കെ അപ്ലൈ ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. മർച്ചൻ്റ് നേവി ഓഫീസർ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.